ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നവരേക്കുന്ന എല്ലാവർക്കും വരേഗ്നേശ് കൃഷ്ണാമത്തെ എൻ്റെ സ്നേഹം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് രാത്രികാലം എന്ത് പറയണമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ചില ദിവസങ്ങളായി അവൻ എന്നെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളുള്ളവർക്ക് എടുക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 35:7. യെരമ്യാവ് 35:7 ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കരുത്. ഈ വകയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുകയുമരുത്. നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങൾ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രികാലം ആരാണ് ഈ വചനം പറഞ്ഞതെന്നും അല്ലെങ്കിൽ വാക്ക് പറഞ്ഞതെന്നും ആരോടാണ് ഇത് പറഞ്ഞതെന്നും ഇങ്ങനെ പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നെ കുറിച്ചാണ് ഞാൻ ഇന്ന് രാത്രികാലം പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നിമിഷം ഈ വചനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, അവൻ്റെ കാര്യങ്ങൾക്ക് ഈ വചനം തരുന്നപ്പോൾ എനിക്ക് പ്രയോജനപ്പെട്ട പോലെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ വചനം പ്രയോജനപ്പെടുന്നതെന്ന് പ്രാർത്ഥനയുടെ സൂക്ഷ്മ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം രേഖാബ് ഗ്രഹത്തിൽപ്പെട്ട ഒരു കൂട്ടം ജനമാണ് ഒരു തീരുമാനത്തോടെ ആമേൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഈ തീരുമാനത്തോടെ ആ സ്ഥലത്ത് നിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ, ആമേൻ, ഇസ്രായേൽ ജനം ആമേൻ വസിക്കുന്ന സ്ഥലത്താണ് ആമേൻ രേഖാബ് ഗ്രഹത്തിൽപ്പെട്ട ജനം താമസിച്ചത്. ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനമായിരുന്നു ഇസ്രായേൽ ജനങ്ങൾ. ആമേൻ. എന്നാൽ ആ ജനം പാപം ചെയ്ത് ദൈവത്തെ വിട്ട് ദൂരം ചെന്നപ്പോൾ ആമേൻ അവരെ ദൈവത്തിന്റെ പക്കൽ കൊണ്ടുവരാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യെരമ്യാവ്. ആമേൻ. ഈ രേഖാബ് ഗ്രഹത്തിൽപ്പെട്ട വ്യക്തികൾ യെരമ്യാവിനോടാണ് ഈ വാക്കുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് യെരമ്യാവിനോട് ഈ വാക്കുകൾ പറയാൻ കാരണമെന്ന് നോക്കുകയാണെങ്കിൽ, യെരമ്യാവ് ആമേൻ ആ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആമേൻ ദൈവത്തിന്റെ ഒരു അഭിഷിക്തനായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾ പാപം ചെയ്ത് ദൂരെ പോകുമ്പോൾ ജനത്തിനെ ദൈവത്തിന്റെ പക്കൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ യെരമ്യാവ്. യെരമ്യാവിനെ കുറിച്ച് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ യെരമ്യാവ്. ആമേൻ. അവൻ ജനിച്ച് ഈ ഭൂമിയിൽ വന്ന് ആമേൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം ദൈവം ആമേൻ സ്തോത്രം അവനെ ദൈവജനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ദൈവം സാക്ഷി പറയുന്നുണ്ട്. ആ യെരമ്യാവിൻ്റെ അടുത്താണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ ജനം, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ആമേൻ സ്തോത്രം തിരഞ്ഞെടുപ്പിലില്ലാത്ത ജനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആമേൻ സ്തോത്രം ഹല്ലേലൂയ പുറജാതികൾ എന്ന് വിളിക്കപ്പെട്ട ജനം, വിചാരിതകൾ എന്ന് വിളിക്കപ്പെട്ട ജനം, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു ഇസ്രായേൽ ജനം, വാഗ്ദത്ത സന്തതികൾ. എന്നാൽ ആ സന്തതികൾ പാപം ചെയ്ത് ദൂരെ ചെന്നപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒരു വാഗ്ദത്തങ്ങളും കിട്ടാതെ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലില്ലാതെ ആമേൻ ഹല്ലേലൂയ നാടോടികളായിട്ട് ജീവിച്ച ഒരു കൂട്ടം ജനം ആമേൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് ദൈവം കണ്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ആമേൻ സ്തോത്രം, ചുറ്റും ജനം പാപം ചെയ്തിരുന്നപ്പോൾ ഒരു കൂട്ടം ജനം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് ദൈവം കണ്ടു. ഹല്ലേലൂയ. നിന്നെ ആയിരിക്കുന്ന പട്ടണത്തിൽ ആമേൻ നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ കളിയാക്കാം, ചുറ്റുമുള്ളവർ നിന്നെ ഒതുക്കി വയ്ക്കാം, ചുറ്റുമുള്ളവർ നിന്നെ മാറ്റി നിർത്താം, ചുറ്റും നിൽക്കുന്നവർ നിന്നെ പരിഹസിച്ച് ഒതുക്കാം. ആമേൻ സ്തോത്രം. എന്നാൽ നീ ഭയപ്പെടേണ്ട. ആമേൻ. ആമേൻ നിന്നെ മാറ്റി നിർത്തുമ്പോൾ നിന്റെ അടുക്കിലേക്ക് വരുന്നവനാണ് എൻ്റെ ദൈവമെന്ന് നീ മറക്കരുത്. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ സ്തോത്രം, ഇവിടെ രേഖാബ് ഗ്രഹത്തിൽപ്പെട്ട ജനം പറയുന്നുണ്ട്, ആമേൻ ഞങ്ങൾ രേഖാബിൻ്റെ ഗ്രഹത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ പിതാവായ യോനദാബ് ഞങ്ങൾക്ക് കുറേ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ആ കൽപ്പനകൾ ഞങ്ങൾ പാലിക്കുന്നു എന്ന് ഈ ജനം ആമേൻ യെരമ്യാവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. ഈ ജനത്തിനെക്കുറിച്ച് ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്: ഇവർ നാടോടികളായിട്ട് ജീവിച്ച വ്യക്തികളാണ്. ആമേൻ സ്തോത്രം ബാബിലോൺ രാജ്യത്ത് താമസിക്കുന്ന വ്യക്തികളായിരുന്നു. അന്ന് ആ രാജാവിൻ്റെ കാലത്ത് ആമേൻ സ്തോത്രം പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവന് പരദേശികളായിട്ട് വന്ന് പാർത്തതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ. എന്നാൽ അവർ പരദേശികളായിട്ട് ഈ ജനത്തിൻ്റെ ഇടയിൽ വന്ന് പാർത്തപ്പോഴും ആമേൻ ദൈവം ആമേൻ സ്തോത്രം അല്ലെങ്കിൽ അവർക്ക് നൽകിയിരുന്ന അവരുടെ പിതാക്കന്മാർ നൽകിയിരുന്ന കൽപ്പനകൾ അവർ പ്രമാണിക്കുകയും അത് പാലിക്കുകയും ചെയ്തിരുന്നു. അവർ പറയുന്നുണ്ട്, ഇവിടെ സാക്ഷി പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവായ പുത്രനായ ആമേൻ സ്തോത്രം യോനദാബ് ഞങ്ങൾക്ക് ചില പ്രമാണങ്ങൾ നൽകിയിരുന്നു, അത് ഞങ്ങൾ പാലിക്കുന്നുണ്ട്. ആരാണ് ഈ യോനദാബ് നോക്കുകയാണെങ്കിൽ, ആമേൻ ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, യോഹു എന്ന രാജാവ്. ആ രാജാവിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു യോനദാബ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം, ആ കാലഘട്ടത്തിൽ ജനങ്ങളും ആമേൻ ബാൽ വിഗ്രഹത്തിനും ആമേൻ വിഗ്രഹാരാധനയ്ക്കും എതിരെ ആമേൻ കൂടെ നിന്നപ്പോൾ അന്ന് ആ ജനത്തിനെതിരെ ആ രാജാവ് പ്രവർത്തിച്ചിരുന്നു. ആ രാജാവിൻ്റെ കൂടെ ആമേൻ നിന്ന ഒരു വ്യക്തിയായിരുന്നു ഈ യോനദാബ്. ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി: ദൈവം അനുഗ്രഹിക്കപ്പെട്ട ആമേൻ വ്യക്തികൾക്ക് ആമേൻ ആ വ്യക്തികൾ ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ അവരെ ഉയർത്തുമെന്ന് യോനദാബിനെ ആമേൻ അന്ന് ആ രാജാവിൽ കൂടെ മനസ്സിലായതുകൊണ്ട് അവൻ്റെ തൻ്റെ പിൻതലമുറ
പറഞ്ഞു കൊടുത്തു, ആമേൻ, ഞങ്ങൾ പോകുന്ന ദേശത്ത്, നിങ്ങൾ പോകുന്ന ദേശത്ത് എവിടെയായിരുന്നാലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആമേൻ നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കണം, നിങ്ങൾ ചില കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർക്ക് നല്ലവണ്ണം അറിയാം, അവർ പോകുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആമേൻ. അവരെ ഇവിടെ പറയുന്നുണ്ട്, യോനദാബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആമേൻ, നിങ്ങൾ പോകുന്ന ദേശത്ത് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന്. നമ്മൾ ഇന്ന് പലരും ഈ ദേശത്ത് ആമേൻ പരദേശികളായിട്ട് വന്നവരാണ്, ജീവിക്കുവാൻ വേണ്ടി വന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മൾ പലരും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാതെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് കാണുവാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ആമേൻ സ്തോത്ര ഹല്ലെ, ലോകത്തിനെ നോക്കി നീ ജീവിക്കുകയാണെങ്കിൽ ഒരു ദിവസം ആമേൻ സ്തോത്ര ഹല്ലെ നിൻ്റെ ആത്മാവ് ആമേൻ ഈ ഭൂമിയിൽ നശിച്ചു പോകുമെന്ന് നീ മറക്കരുത്. ഹല്ലേലൂയ. ആമേൻ സ്തോത്ര ഹല്ലെ. യോനദാബ് ആമേൻ സ്തോത്ര തൻ്റെ പിൻതലമുറക്കാർക്ക് ആമേൻ ദൈവം ചെയ്ത നന്മകൾ അവൻ പറഞ്ഞു കൊടുത്തു. ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആമേൻ സ്തോത്രം, നിങ്ങൾ ഞാനും ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഈ പട്ടണത്തിൽ നിന്ന് വന്ന പലരും ആമേൻ ഒരു കാലത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഈ പട്ടണത്തിൽ ആദ്യം വരുന്നത് ആമേൻ സ്തോത്രം പെട്രോൾ പമ്പിൽ ജോലി ചെയ്യാനാണ് ആദ്യം വന്നത്. നേഴ്സാണ്, ജോലിക്ക് വേണ്ടി ഈ പട്ടണത്തിൽ വന്നു. ജോലി കിട്ടാതെ വന്നപ്പോൾ, ചെയ്ത ജോലി അവന് ശരിയാവാതെ വന്നപ്പോൾ അവൻ പെട്രോൾ പമ്പിൽ വരെ പോയി ജോലിക്ക് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് അവനെ ദൈവത്തിൽ നല്ല നിലയിൽ വെച്ചിരിക്കുന്നു. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ഒരിക്കലും ആമേൻ നീ വന്ന വഴി മറക്കരുതേ. നീ തലമുറയ്ക്ക് നീ വന്ന വഴികളും ആമേൻ ദൈവം ചെയ്ത നന്മകളും നീ പകർന്നു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ ദൂരം ചെന്നാൽ, അവർ ദൈവത്തെ വിട്ട് അകന്നു ചെന്നാൽ ദൈവം അത് നിന്നോട് ചോദിക്കും. ഹല്ലേലൂയ. യോനദാബ് ആമേൻ സ്തോത്രം തൻ്റെ പിൻതലമുറക്കാർക്ക് പറഞ്ഞു കൊടുത്തു ദൈവം ചെയ്ത നന്മകൾ. ആമേൻ അവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പോകുന്ന ദേശത്ത് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ആമേൻ ഈ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണമെന്ന് ആമേൻ യോനദാബ് തൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ആമേൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നീ ജീവിച്ചാൽ നിന്നെ ഉയർത്തുന്നൊരു ദിവസമുണ്ടെന്ന് നീ മറക്കരുത്. ഹല്ലേലൂയ. ഓർക്കണമേ, ആമേൻ, ഇന്ന് ജനം ഇവിടെ പറയുന്നു, യെരമ്യാവ് ഈ ജനത്തിൻ്റെ അടുക്കിലേക്കാണ് ദൈവം അയച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്കാണ്. എന്നാൽ അവർ പാപം ചെയ്തു ദൂരം ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, ഒരു കൂട്ടം ജനമുണ്ട്, നീ അവരുടെ അടുക്കിലേക്ക് പോകും. ആമേൻ. ആമേൻ. യെരമ്യാവ് ആമേൻ ഈ ഏഹാബ് ഗൃഹത്തിൽപ്പെട്ട ജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. ആമേൻ. അവരെ നാടോടികളാണ്. ആമേൻ സ്തോത്രം. അവർക്ക് കുറേ ജീവിതശൈലികളുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ യെരമ്യാവ് വിചാരിച്ചു ഇവരും ഇസ്രായേലിനെ പോലെ ആമേൻ ജീവിക്കുന്ന വ്യക്തികളെന്ന് വിചാരിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ അറയ്ക്കുള്ളിൽ നിർത്തിയിട്ട് ആമേൻ സ്തോത്രം താൻ കുറേ വീഞ്ഞ് അവർക്ക് കുടിക്കുവാൻ കൊടുത്തു, അവർക്കെല്ലാവർക്കും. ആ സമയത്താണ് ആമേൻ യെരമ്യാവിനെ നോക്കി പറയുന്നതാണ്, ആമേൻ, ഞങ്ങൾ ഇരിക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ പുത്രനായ യോനദാബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രേഖാബിൻ്റെ പുത്രനായ യോനദാബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്, ആമേൻ സ്തോത്രം, നിങ്ങൾ ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. എന്തുകൊണ്ട്? ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് ഞങ്ങൾ വീഞ്ഞു കുടിച്ച് ഞങ്ങളുടെ ശരീരം അശുദ്ധമാക്കുന്ന ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ആമേൻ എല്ലാവരുടെയും ആമേൻ എല്ലാ വീടുകളിലും മുന്തിരിത്തോട്ടങ്ങളുണ്ട്. ഞാൻ ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ സ്ഥലങ്ങളിലും ആമേൻ സ്തോത്ര ഹല്ലേലൂയ ഈന്തപ്പന തോട്ടമുള്ളതുപോലെ ആമേൻ അന്ന് ഇസ്രായേലിലെ എല്ലാ സ്ഥലങ്ങളിലും ആമേൻ മുന്തിരി തോട്ടങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തോട്ടങ്ങളുണ്ടായിരുന്നു, എല്ലാ വീടുകളിലും നട്ടു വളർത്തുമായിരുന്നു. ആമേൻ എല്ലാ വീടുകൾക്കും സ്വന്തമായി വീഞ്ഞുണ്ടാക്കാൻ വരെ അവർക്ക് പറ്റുമായിരുന്നു. കാരണം അറിയാമല്ലോ, ആമേൻ കുറേ ദിവസം ആമേൻ സ്തോത്രം മുന്തിരികൾ ശേഖരിച്ചു വെച്ചാൽ അത് ആമേൻ വീര്യം കൂടിയ വീഞ്ഞായി മാറുന്നുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും സുലഭമായി അന്ന് വീഞ്ഞുണ്ടാക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അവരൊരു തീരുമാനമെടുത്തു, വീഞ്ഞു കുറിച്ച് ഞങ്ങളുടെ ശരീരം ഞങ്ങൾ നശിപ്പിക്കില്ല. എന്തുകൊണ്ട്? ഇത് ദൈവം തന്ന ശരീരമാണ്, ദൈവത്തിൻ്റെ ആലയമാണെന്നൊരു ബോധ്യം അവർക്കുള്ളത് കൊണ്ട് അവരൊരു തീരുമാനമെടുത്തു. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു, ആമേൻ, നിങ്ങളുടെ ശരീരം വീഞ്ഞു കുടിച്ച് നിങ്ങൾ നശിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ നശിപ്പിച്ചാൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കില്ലെന്നൊരു ആമേൻ അതിന് വെളിപ്പാട് അവർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആമേൻ, മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കില്ല എന്നൊരു തീരുമാനം അവരെടുത്തു. വീഞ്ഞു കുടിക്കില്ല, ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിലും ഞങ്ങളത് ഉണ്ടാക്കില്ല. ആമേൻ. തീരുമാനങ്ങൾ ഉറച്ചു നിന്നു. ഇന്ന് നീയും ഞാനും ആമേൻ പിതാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആമേൻ സ്തോത്ര കൽപ്പനകൾ ഞങ്ങൾ പ്രമാണിക്കുന്നുണ്ടോ? നമ്മുടെ പിതാക്കന്മാരൊക്കെ ആമേൻ സ്തോത്ര ദൈവത്തിന് വേണ്ടി നിന്നത് ആമേൻ നമ്മൾ കണ്ടും മറന്നവരാണ്. നമ്മൾ പലരും അത് കണ്ടിട്ടുണ്ട്. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ നമ്മളതൊക്കെ മറന്ന് നമ്മൾ ജീവിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. ഇന്ന് ഈ ദേശത്ത് വന്ന പലരും പല കഷ്ടതയിൽ നിന്നും വന്നവരാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നവരാണ്. എനിക്കൊരു കൂട്ടുകാരനെ അറിയാം, നാട്ടിൽ ആമേൻ സ്തോത്രം ഒരു വഹിക്കും പറ്റാതെ, ഒരു ജോലി പോലും കിട്ടാതെ ആമേൻ പല ദിവസങ്ങൾ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി ആമേൻ വാക്കൻസി പോലും കിട്ടില്ലെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്ര എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട് ആമേൻ സ്തോത്ര ഹല്ലേലൂയ വിഷമിച്ച് നിൽക്കുമ്പോൾ അവൻ
ഈ പട്ടണത്തിൽ വരുവാൻ ദൈവം അവന് കൃപ നൽകി. ഇതും അവനും നല്ല നിലയിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും അങ്ങനെ വന്നവരാണ്. നാട്ടിൽ നിൽക്കുവാൻ പറ്റാതെ, കടം കൊണ്ട് നിൽക്കുവാൻ പറ്റാതെ, നാണക്കേട് കൊണ്ട് നിൽക്കുവാൻ പറ്റാതെ ഈ പട്ടണത്തിൽ വന്നവരാണ്. എന്നാൽ ഇന്ന് പലരും ദൈവത്തെ വിട്ട് ദൂരം ചെന്നിരിക്കുക. ഇന്ന് പലരും തോന്നിയതുപോലെ ജീവിക്കുകയാണ്. പലരും തോന്നിയവാസങ്ങൾ പോലെ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. ചില മാസത്തിന് മുമ്പ് ഈ പട്ടണത്തിൽ ചിലർ സ്തോത്രം വീഞ്ഞു മദ്യം കുടിച്ച് തൻ്റെ ശരീരം നശിപ്പിക്കുവാൻ ഇടയായി മാറി. ഈ നാട്ടിൽ സ്തോത്രം ഇത് അനുവാദമല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ ജനം സ്വന്തമായിട്ട് ഉണ്ടാക്കി തൻ്റെ ശരീരം നശിപ്പിക്കുവാൻ ഇടയായി മാറി. അവർക്ക് ഇവിടെ നാട് കടത്തി. ഹല്ലേലൂയ. ഓർക്കണമേ, ജീവിക്കുവാൻ വന്നതാണ് ഈ നാട്ടിൽ. സ്തോത്ര. ഹല്ലേലൂയ. വന്നപ്പോൾ അവർ കരഞ്ഞു പിടിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നത്, കടങ്ങൾ മേടിച്ചിട്ടായിരിക്കും ഈ നാട്ടിൽ വന്നത്. എന്നാൽ വന്ന് കയ്യിൽ കാശ് കിട്ടിയപ്പോൾ, കുറച്ച് പുത്തൻ കാശ് കിട്ടിയപ്പോൾ, കുറച്ച് അനുഗ്രഹം കിട്ടിയപ്പോൾ, കുറച്ച് നന്മകൾ കിട്ടിയപ്പോൾ വന്ന വഴികൾ മറന്നു. അതുകൊണ്ടല്ലേ അവർ പാവം ചെയ്തത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നീ വന്ന വഴി മറന്ന് പാവത്തിൻ്റെ അടിമയാക്കുകയാണെങ്കിൽ ഒരു ദിവസം നിന്നെ ദൈവം തൊടുമെന്ന് നീ മറക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. നീ ചെയ്യുന്ന പാപം ഈ ഭൂമിയിൽ സ്തോത്രം ദൈവം നിന്നെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നീ മറക്കരുത്. സന്ദർശിക്കുമോ? തീർച്ചയായിട്ടും. ഒരു ദിവസം, ഒരു കാലത്ത് ഞാനും സ്തോത്ര ഹാലിൽ ഇത് രുചിച്ചു നോക്കിയവനാണ്. എൻ്റെ പഠനകാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ മാനസാന്തരം പോലും പെട്ടിട്ടില്ലായിരുന്നു. അവൻ ക്രിസ്ത്യാനിയാണ്. എന്നാൽ പൂർണ്ണമായി ദൈവത്തിന് വിശ്വസിക്കാത്തൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അവൻ്റെ പേര് ജോജി എന്നാണ്. അവനോട് പറഞ്ഞു, അളിയ വേണ്ടടാ, ഇത് നീ രുചിച്ചു നോക്കി നിന്റെ ശരീരം വണ്ണം വയ്ക്കാനാണ് നീ കഴിക്കുന്നെങ്കിലും ഒരു ദിവസം നിന്നെ ഇത് അടിമയാക്കുമെന്ന് പറഞ്ഞു. ചില മാസങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അത് വിടുവാനിടയായി മാറി. 2009, 7, 8 കാലഘട്ടങ്ങൾ നടക്കുന്ന സംഭവം. അന്ന് വിട്ടതാ. അതിനുശേഷം ഇതുവരെ രുചിച്ച് നോക്കുവാനോ അതിനെ സ്തോത്ര അടിമയാകുവാനോ ഞാൻ പോയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്ക് നല്ലവണ്ണം അറിയാം. ഇന്ന് എന്നോട് പറഞ്ഞ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് കാണുവാൻ പറ്റി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. പലരെയും വിട്ട് നിൻ്റെ അടുത്ത് ദൈവം പറഞ്ഞിട്ടുണ്ട് തെറ്റാണ്, ചെയ്യരുതെന്ന്. എന്നാൽ ആ കൽപ്പനക്ക് നീ അനുസരിക്കുകയാണെങ്കിൽ നിൻ്റെ ദൈവം ഉയർത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് നീ മറക്കരുത്. ഈ ജനം ഒരു തീരുമാനമെടുത്തു. ഞങ്ങൾ ഒരിക്കലും വീഞ്ഞു കൊടുക്കില്ല, ഉണ്ടാക്കില്ല, നട്ടുപിടിപ്പിക്കില്ല. അത് മാത്രമല്ല, അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വീട് പണിയില്ല, കൂടാരങ്ങൾ താമസിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇന്ന് നമ്മൾ സ്തോത്ര ഹല്ലേലൂയ ഹൃദയം കൊണ്ട് അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ കൂടാരങ്ങൾ പാർക്കുന്നവരായി കാണുമെന്ന്. അവർക്കറിയാം അവരുടെ സ്വന്തം ദേശം ഇവിടെയില്ല, നിത്യതയാണ് അവരുടെ സ്വന്തം ദേശം. സ്തോത്രം. ഞങ്ങളുടെ ജീവിതം ഇവിടെ ഒരു കൂടാരങ്ങൾ വസിക്കുന്നത് പോലെ ഞങ്ങൾ ജീവിക്കും എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളിവിടെ കൂടാരങ്ങൾ പാർക്കണം, നിങ്ങൾ വീട് വെക്കരുതെന്നൊന്നല്ല. നല്ല കെട്ടുറപ്പുള്ള വീട് വെക്കണം, നല്ല ഭവനങ്ങൾ നിങ്ങൾ പണിയണം, നല്ലതെല്ലാം ശരിയാണ്. എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം നിത്യതയായിരിക്കണം. ഈ ഭൂമി ഒരു താൽക്കാലികമായിട്ടുള്ള സ്ഥലമാണ്. ഇത് വിട്ട് നിങ്ങൾ പോകുന്നൊരു ദിവസമുണ്ട്, നിങ്ങൾ ആരും മറക്കരുത്. ഹല്ലേലൂയ. അവർ തീരുമാനമെടുത്തു, ഞങ്ങൾ കൂടാരങ്ങൾ പാർക്കും. ഹൃദയം കൊണ്ടൊരു തീരുമാനമെടുത്തു. ഞങ്ങളുടെ ദേശം ഇതല്ല, ഞങ്ങളുടെ ദേശം നിത്യതയാണെന്നൊരു തീരുമാനം അവർക്കുള്ളത് കൊണ്ട് ഈ ലോകത്ത് ഒരു നന്മകൾക്കും വേണ്ടി അവർ ഓടിയില്ല. ഇവിടെ നിങ്ങൾ വീട് വെക്കുക, പണിയുന്നതൊക്കെ ശരിയാണ്, നല്ലതാണ്. നല്ല വീടുകൾ വെക്കുന്ന നല്ല അടച്ചുറപ്പുള്ള കെട്ടിടങ്ങളെല്ലാം നിങ്ങൾ പണിതോ. പക്ഷെ നിങ്ങളുടെ ഹൃദയം എപ്പോഴും നിത്യതയായിരിക്കണം. ഈ ഭൂമിയിൽ നിങ്ങൾ താൽക്കാലികമായി ജീവിക്കുവാൻ പോകുന്ന നിങ്ങൾ എത്ര ഉറപ്പുള്ള കെട്ടിടങ്ങൾ പണിതാലും, എത്ര ക്വാളിറ്റിയുള്ള കെട്ടിടങ്ങൾ പണിതാലും, ഒരു 200 വർഷം അല്ലെങ്കിൽ 300 വർഷം കഴിഞ്ഞാൽ അവിടെ വേറെ ആൾക്കാരാണ് താമസിക്കാൻ പോകുന്നത്. ചിലപ്പോൾ അത് പൊളിച്ചിട്ട് വേറെ ആൾക്കാർ അവിടെ വേറെ വീടുകൾ പണിയും. ഇതൊന്നും ശാശ്വതമല്ലെന്നേ. നിങ്ങൾക്ക് വേണ്ടി നിത്യതായിട്ടൊരു ദൈവം ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നോട്ടം അതിലോട്ടായിരിക്കണം. ഓർക്കണം, ഞാൻ വചനത്തോട് തിരിച്ചു വരാം. ഈ കൽപ്പനകൾ അവരനുസരിച്ചപ്പോൾ സ്തോത്ര ഹല്ലേലൂയ 35 സ്തോത്ര ഹല്ലേലൂയ 19 ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നു. എൻ്റെ മുൻപാകെ നിൽക്കുവാൻ രേഹാബിൻ്റെ മകനായ യോനദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായി അരുളി ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇത്ര മാത്രമാണ്. ഈ തലമുറ സ്തോത്ര ഹല്ലേലൂയ ഒരിക്കലും നശിച്ചു പോവില്ല. ഈ തലമുറ ഇന്ന് നിൽക്കും. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും സ്തോത്ര ഹല്ലേലൂയ നിന്റെ തലമുറ ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോവില്ല. നിന്റെ തലമുറ വന്നുകൊണ്ടേയിരിക്കും. എത്രയോ തലമുറകൾ സ്തോത്ര പേര് കേട്ട തലമുറകൾ കാണാതെ പോയിരിക്കുന്നു. എത്രയോ പാരമ്പര്യം പേര് പറഞ്ഞവരെ സ്തോത്രങ്ങൾ നശിച്ചു പോയിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികൾ നീ ഞാനും നിൽക്കുന്നത് നിന്റെ അപ്പനും അമ്മയും സ്തോത്ര ഹല്ലേലൂയ നിന്റെ പിതാക്കന്മാർ അവരുടെ കണ്ണീരിൻ്റെ ഫലമാണ്. ഇന്ന് രാത്രികളിൽ നീ ഞാനിവിടെ നിൽക്കുന്നത് നീ മറക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്. നിന്നെ ഈ പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുവാൻ, പാവത്തിരിക്കുന്നവനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നിന്നെ ഈ പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്നത്.
ആരാരുമില്ലാതെ ദൈവത്തിന് വേണ്ടി നീ എന്തെങ്കിലും ത്യജിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ആമേ സ്തോത്രം, ആമേ നീ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് നിന്നെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. നിന്റെ കൂടെ നിന്ന് ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ആമേ സ്തോത്രം, ഈ പട്ടണത്തിൽ വരുവാൻ പറ്റില്ല, ദൈവത്തിന് കാത് കേൾക്കില്ല, ആമേ സ്തോത്രം, ഹാലലുഷപ്പ, ഇവിടെ ഒന്നും കഴിയില്ല, ആമേ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് പലരും എന്നോട് പറഞ്ഞപ്പോഴും, ആമേ സ്തോത്രം, വിളിച്ച ദൈവത്തിൽ വിശ്വസ്തരായി ഞാൻ നിന്നതുകൊണ്ട് ഈ പട്ടണത്തിൽ ഞാൻ വരുവാനിടയെ മാറി. ഇന്ന് ലോകം നിന്നെ തള്ളിക്കളയാം, ലോകം നിന്നെ ഒതുക്കി വയ്ക്കാം, ലോകം നിന്നെ കൊള്ളില്ലെന്ന് പറയാം. എന്നാൽ നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, വിശ്വസ്തോടെ നിൽക്കുകയാണെങ്കിൽ, നിന്റെ കൈ ആമേൻ കറയില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. ഹല്ലേലൂയ. നിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, പാവത്തിൻ്റെ അടിമത്തത്തിലിരിക്കുകയാണെങ്കിൽ, ചില വിട്ടുവിടാത്ത സ്വഭാവത്തിലിരിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രികാലം വിട്ടുപിരിയുമെന്നൊരു തീരുമാനം നീ എടുക്ക്. നിന്റെ വായാണോ ആമേൻ നേരെയാക്കേണ്ടത്, വാ നേരെയാക്ക്. നിന്റെ ഹൃദയമാണ് നേരെയാക്കേണ്ടത്, ഹൃദയം നേരെയാക്കുക. നിന്റെ കണ്ണാണ് ശുദ്ധീകരിക്കേണ്ടത്, കണ്ണ് ശുദ്ധീകരിക്കുക. നിന്റെ പ്രവൃത്തിയാണ് ശുദ്ധീകരിക്കേണ്ടത്, നിന്റെ പ്രവൃത്തി ശുദ്ധീകരിക്കുക. ആമേൻ. വേഗം വരുന്നൊരു ദൈവമുണ്ടെന്ന് നീ മറക്കരുത്. നിത്യത നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ നന്മകൾക്ക് വേണ്ടി നീ അത് കളയരുതേ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ദൈവം നിനക്ക് വേണ്ടിയാണ് കാൽവരി കുന്നിൽ മരിച്ചത്, നിനക്ക് വേണ്ടിയാണ് അവൻ രക്തം ചിന്തിയത്, നിനക്ക് വേണ്ടിയാണ് ആമേൻ സ്തോത്രം പിതാവിൻ്റെ അടുത്ത് അവൻ പരുന്തുപേശി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്നെ ചേർക്കുവാൻ വേണ്ടി മധ്യാകാശത്തിൽ അവൻ വരുന്നൊരു ദിവസമുണ്ട്. വിശ്വസ്തോടെ നിൽക്കുകയാണെങ്കിൽ, അവൻ്റെ പ്രമാണങ്ങൾ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ, അവന് വേണ്ടി ജീവിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നീ നിത്യത കരസ്ഥമാക്കും. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. ദൈവമേ, അവൻ്റെ കരങ്ങളിലേക്ക് വചനം തരുന്നപ്പാ, കേട്ട ഓരോ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും അപ്പാ. യോനിതാവിൻ്റെ കുടുംബം ദൈവത്തിന് വേണ്ടി നിലനിന്നപ്പോൾ ആമേൻ സ്തോത്രം, ആ കുടുംബത്തിനെ, ആ തലമുറയെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഇന്ന് രാത്രികാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും, അങ്ങേക്ക് വേണ്ടി നിൽക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുന്ന നന്ദി പ്രാർത്ഥനയുടെ സുരക്ഷ പിതാവേ. ആമേൻ.